അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 12ാമത്തെ ചാപ്റ്റർ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന അർത്ഥം വരുന്ന പാഠം വായിക്കുന്നു. ഈ പാഠത്തിൽ പറയുന്ന നിസ്കാരത്തെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ മഹാന്മാരൊക്കെ നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നിസ്കരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചാലും അവർ ഒന്നും അറിയാത്തൊരവസ്ഥയിലായിരുന്നു. അത്രയും അള്ളാഹുമായുള്ള സംഭാഷണത്തിലായിരുന്നവർ. എന്നാണ് നിസ്കാരം നിർബന്ധമാക്കിയത്? ആർക്കൊക്കെയാണ് നിസ്കാരം നിർബന്ധം? ഖളാ വീട്ടിൽ നിർബന്ധമായവർ ആരെല്ലാം? അതുപോലെ തന്നെ അറിഞ്ഞു ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം, അറിയാതെ ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം എന്നൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. നോക്കൂ, വായിക്കാം. മുസ്ലിമിന് യസാർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കെ മസ്ജിദിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണു. അത് കണ്ട് അങ്ങാടിയിലുള്ളവരെല്ലാം അവിടെ കൂടി. അദ്ദേഹം വിവരം അറിഞ്ഞതേയില്ല. മഹാന്മാർ നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിച്ച് നിസ്കാരം വർദ്ധിപ്പിക്കുന്നവരായിരുന്നവർ. ജുമുഅ കഴിഞ്ഞ് ഖത്തീബ് പ്രസംഗിക്കുകയാണ്. നിസ്കാരം അല്ലാഹു തആലയുമായുള്ള മുനാജാത്താണ്. അല്ലാഹു തആലാക്ക് മുമ്പിൽ തന്റെ വിനയവും അടിമത്വവും ബോധിപ്പിക്കുന്ന ഇബാദത്താണ്. അത് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നു. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എന്താ അതിന്റെ അർത്ഥം? നിശ്ചയം നിസ്കാരം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 വഖത്ത് നിസ്കാരങ്ങൾ അല്ലാഹു തആല അടിമകൾക്ക് നിർബന്ധമാക്കി. അവ പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുന്നവന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. നബുവത്തിന്റെ 10ാം വർഷം റജബ് 27 ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. മുസ്ലിം മുക്കല്ലഫും. എന്താ മുക്കല്ലഫ് എന്ന് പറഞ്ഞാല്? പ്രായപൂർത്തിയും ബുദ്ധിയുള്ളവനും. പ്രായപൂർത്തിയായവനാണ് മുക്കല്ലഫ് എന്ന് പറയാം. ഹയല് നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ളവരുമായ, ഹയല് എന്ന് പറഞ്ഞാൽ ആർത്തവരക്തം, നിഫാസ് എന്ന് പറഞ്ഞാല് പ്രസവരക്തം, ശുദ്ധിയുള്ളവരുമായ എല്ലാവർക്കും നിസ്കാരം നിർബന്ധമാണ്. എന്നാൽ ബുലൂഗിന് മുമ്പ്, ബുലൂഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ്, തമ്മീസിന് ശേഷവും, തമ്മീസ് എന്ന് പറഞ്ഞാലോ വകതിരിവിന് ശേഷവും, ഭ്രാന്തിന്റെയും ബോധക്ഷയത്തിന്റെയും സമയത്തും ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടൽ സുന്നത്താണ്. ഓപ്പറേഷന് പോലുള്ള അനിവാര്യ കാര്യത്തിന് വേണ്ടി ബോധം നീക്കിയാലും അതേ വിധിയാണ്. എന്താ പറഞ്ഞത്? ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ബോധം നീക്കി അനസ്തേഷ്യ കൊടുത്തു. ആ സമയത്തുള്ള നിസ്കാരം ഖളാ വീട്ടൽ സുന്നത്താണ്. ഖളാ ആയ നിസ്കാരം പെട്ടെന്ന് വീട്ടണം. അത്യാവശ്യ കാര്യങ്ങൾക്കുള്ളതല്ലാത്ത എല്ലാ സമയവും അതിനു വേണ്ടി വിനിയോഗിക്കണം. കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരങ്ങൾ ആദ്യം നിർവഹിക്കണം. നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ അറിവില്ലാതെയോ അശ്രദ്ധമായോ ചെയ്താൽ പോലും നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ. ഇടയിൽ വെച്ച് നിസ്കാരം അവസാനിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുകയോ അവസാനിപ്പിക്കണമോ വേണ്ടയോ എന്ന് ശങ്കിക്കുകയോ ചെയ്യുക. ചാട്ടം പോലുള്ള അതിരുവിട്ട ചലനമുണ്ടാവുക. നിസ്കാരത്തിന്റെ ചലനങ്ങളിൽ പെട്ടതല്ലാത്ത തുടർച്ചയായ 3 ചലനങ്ങൾ ഉണ്ടാവുക. തമാശ രൂപത്തിൽ വല്ലതും ചെയ്യുക. നിയ്യത്തിനെയോ തക്ബീറത്തുൽ ഇഹ്റാമിനെയോ ഒഴിവാക്കുകയോ അവ ചെയ്തോ എന്ന് സംശയിക്കുകയോ ചെയ്യുക. ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുക. 6 കലിമത്തിൽ കൂടുതലുള്ള നിസ്കാരത്തിൽ പെടാത്ത സംസാരം ഉണ്ടാവുക. കലിമത്ത് എന്നാല് വാചകം, പദങ്ങള്. 6 പദങ്ങളിൽ കൂടുതലുള്ള നിസ്കാരത്തിൽ പെടാത്ത സംസാരം ഉണ്ടാവുക എന്നീ കാര്യങ്ങൾ മറന്നോ അറിവില്ലാതെയോ ഉണ്ടായാൽ പോലും നിസ്കാരം ബാത്തിലാകും. തുടർച്ചയില്ലാത്ത ചലനങ്ങളും വിരൽ പോലെയുള്ള ചെറിയ അവയവങ്ങളുടെ ചലനങ്ങളും ഉണ്ടായ നിസ്കാരം ബാത്തിലാവുകയില്ല. മനഃപൂർവ്വം ചെയ്താൽ മാത്രം നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ, അഥവാ കരുതിക്കൂട്ടി ചെയ്താൽ മാത്രം നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ, ഇവ മറന്നോ അറിയാതെ ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നതല്ല എന്നർത്ഥം. റുക്വഅ് പോലെയുള്ള ഫിഅലിയായ ഫർള് വർദ്ധിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ 3 തരം ഫർളുകളാണ്: ഫിഅലിയായ ഫർള്, ഖൽബിയായ ഫർള്, ഖൗലിയായ ഫർള്. നിയ്യത്ത് പോലെയുള്ളത്, നിയ്യത്ത് ഖൽബിയായ ഫർളാണ്, മനസ്സിൽ കരുതേണ്ട ഫർളാണ്. ഖൗലിയായ ഫർള് ഫാത്തിഹ പോലെ, അത് പറയൽ നിർബന്ധമാണ്, ചൊല്ലൽ ഫർളാണ്. ഫൈലിയായ ഫർള് പറഞ്ഞാലോ ചെയ്യേണ്ട ഓരോ പ്രവർത്തികൾ, റുക്കൂ സുജൂദ് പോലെയുള്ളതൊക്കെ
ഫഅലിയായ ഫർളാണ്. അപ്പൊ ഫഅലിയായ ഫർളിനെ വർദ്ധിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാകും. കൂടുതൽ ചെയ്യാം. ഉദാഹരണം 2 റുക്കൂ ചെയ്യാം, നിസ്കാരം ബാത്തിലാവും. എന്നാൽ അശ്രദ്ധമായി ചെയ്ത നിസ്കാരം ബാത്തിലാവുകയില്ല. ഖൗലിയായ ഫർളിനെയോ സുന്നത്തായ പ്രവർത്തനങ്ങളെയോ വർദ്ധിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. ഖൗലിയായ ഫർൾ ഉദാഹരണം ഫാത്തിഹ ഒരാൾ 2 തവണ ഓതി, നിസ്കാരം ബാത്തിലാവില്ല. അല്ലെങ്കിൽ സുന്നത്തായ പ്രവർത്തനം ഉദാഹരണം ആദ്യത്തെ തഹിയ്യാത്ത് സുന്നത്താണല്ലോ, 2 തവണ ചെയ്തു, നിസ്കാരം ബാത്തിലാവൂല. നിയ്യത്തോ തക്ബീറത്തുൽ ഇഹ്റാമോ അല്ലാത്ത ഫർളിനെ ഒഴിവാക്കുക. ഉദാഹരണമായി റുക്കൂ ചെയ്യാതിരിക്കുക, നിസ്കാരം ബാത്തിലാവും. സ്ഥാനം മാറ്റി നിർവഹിക്കുക. ഉദാഹരണമായി ആദ്യം സുജൂദ് ചെയ്യുക, റുക്കൂ ആണല്ലോ ആദ്യം ചെയ്യേണ്ടത്, റുക്കൂവിന്റെ മുമ്പ് സുജൂദ് ചെയ്യുക, നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഒന്നിനെ ഒഴിവാക്കാം. ഉദാഹരണമായി കിബിലക്ക് മുന്നിൽ നിസ്കാരത്തിന്റെ ഷർത്താണ്, കിബിലക്ക് മുന്നിടാതിരിക്കുക, നിസ്കാരം ബാത്തിലാകും. അർത്ഥമുള്ള ഒരു ഹർഫ്, ഒരു അക്ഷരം, ഉദാഹരണമായി ഖൈ എന്ന അറബി പറഞ്ഞാൽ അടങ്ങുക എന്നർത്ഥം, നിസ്കാരം ബാത്തിലായി. അർത്ഥമില്ലാത്ത 2 ഹർഫോ, ഉദാഹരണമായി കാ എന്ന് പറഞ്ഞു, കാഫ് അക്ഷരാണെങ്കിലും നീട്ടാൻ ഉപയോഗിച്ചാൽ ഒരു അൽഫ് എക്സ്ട്രാ വരുന്നുണ്ട്, അപ്പോൾ 2 ഹർഫായി, പക്ഷെ അത് അർത്ഥമല്ല, അത് മൊഴിക തുടങ്ങിയ കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. നസിൽ മാച്ച് ചെയ്യാനാണ്. ഒന്നാമത്തത്, ബോധക്ഷയമുണ്ടായ സമയത്ത് നിസ്കാരം ഖളാ വിട്ടാൽ, ലെറ്റർ ഡി സുന്നത്ത്. 2, ഹയല് സമയത്ത് നിസ്കാരം ഖളാ വിട്ടാൽ, ലെറ്റർ എ ഹറാം. മൂന്നാമത്തത്, ഉറക്കം കാരണം ഖളാആയ നിസ്കാരം ഖളാ വിട്ടാൽ, ലെറ്റർ ഇ നിർബന്ധം. 4, നിസ്കാരത്തിൽ അറിയാതെ ഭക്ഷണം കഴിച്ചാൽ, ലെറ്റർ ബി ബാത്തിലാകും. 5, നിസ്കാരത്തിൽ 1 തവണ വിരൽ അനക്കിയാൽ, ലെറ്റർ സി ബാത്തിലാവുകയില്ല. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുജീബ് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, നിസ്കാരം നിർബന്ധമാണ് ആർക്ക്? മുസ്ലിമും മുക്കല്ലഫും ഹൈള് നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ളവരുമായ എല്ലാവർക്കും നിസ്കാരം നിർബന്ധമാണ്. രണ്ടാമത്തെ ചോദ്യം, നിസ്കാരം മനസ്സിന് എന്ത് നൽകുന്നു? സന്തോഷവും സമാധാനവും നൽകുന്നു. ചോദ്യം 3, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. ആരെ? പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുന്നവൻ. നാലാമത്തെ ചോദ്യം, നിസ്കാരം നിർബന്ധമാക്കിയത് എപ്പോൾ? നുബുവത്തിന്റെ 10ാം വർഷം റജബ് 27 ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാണ്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി, നക്തുബു മിസാലലിൽ ആത്തിയ. താഴെ കള്ളിയിൽ 7 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഉദാഹരണങ്ങൾ എഴുതാനാണ് അപ്പുറത്തെ കുളത്തിൽ എഴുതുക. ഒന്നാമത്തത്, ഫഅലിയായ ഫർള് വർദ്ധിപ്പിക്കുക, റുക്കൂ. രണ്ടാമത്തത്, ഒരു ഫർളിന്റെ സ്ഥാനം മാറ്റി നിർവഹിക്കുക, റുക്കൂവിന്റെ മുമ്പ് സുജൂദ് ചെയ്യുക. 3, നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ 1 ഒഴിവാക്കുക, ഖിബലക്ക് മുന്നിടുക. 4, അർത്ഥമുള്ള ഒരു ഹർഫ് മൊഴിയുക, ഖി. 5, അർത്ഥമില്ലാത്ത 2 അക്ഷരം സംസാരിക്കുക, കാ. 6, നിസ്കാരത്തിൽ പെടാത്ത കാര്യം സംസാരിക്കുക, ഞാൻ ഭക്ഷണം കഴിച്ചു. 7, തമാശ രൂപത്തിൽ വല്ലതും ചെയ്യുക, പിന്നിലോട്ട് തിരിയുക. ഇനി നാലാമത്തെ ആക്ടിവിറ്റി, നക്തുബു ഫിക്ര, ഒരു പാരഗ്രാഫ് എഴുതാനാണ്. 1, മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം. മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കെ മസ്ജിദിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണു. അത് കണ്ട് അങ്ങാടിയുള്ളവരെല്ലാം ഇവിടെ കൂടി. അദ്ദേഹം വിവരമറിഞ്ഞതേയില്ല. മഹാന്മാർ നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ച് നിസ്കാരം വർദ്ധിപ്പിക്കുന്നവരായിരുന്നു അവർ. ഇനി 5ാമത്തെ ആക്ടിവിറ്റി, തഖ്സീസ്. അതിലൊന്ന്, നിസ്കാരം എന്ന വിഷയത്തിൽ ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കുക. നിസ്കാരത്തെക്കുറിച്ച് ക്ലാസ്സിൽ കുട്ടികൾ തമ്മിൽ ചർച്ച ചെയ്യാനാണ്. എന്താണ് നിസ്കാരം, ആർക്കാണ് നിർബന്ധം, എപ്പോഴാണ് ഖളാ വീട്ടൽ നിർബന്ധം, എപ്പോഴാണ് ഖളാ വീട്ടൽ സുന്നത്ത്, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ചർച്ച സംഘടിപ്പിക്കാനാണ്. 2ാമത്തെ, കുട്ടികൾ ശ്രദ്ധിക്കും വിധം ഉസ്താദ് ക്ലാസ്സിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുക. ആ 2 റക്അത്ത് നിസ്കാരത്തിലൂടെ അറിയാത്ത കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഉപയോഗപ്പെടും. ശേഷം വിവിധ ഘട്ടങ്ങളിലായി കുട്ടികൾ നിസ്കരിക്കുക, ഉസ്താദ് നിരീക്ഷിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒന്നും കൂടെ നിസ്കാരത്തിൽ ചെയ്യേണ്ട, നിർബന്ധമായും ചെയ്യേണ്ട, ചെയ്താൽ ബാത്തിലാകുന്ന കാര്യങ്ങളൊക്കെ
ഓർമ്മയിൽ നിൽക്കും. അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.